നമ്മുടെ കേന്ദ്രത്തിന് ഈ മാർക്കറ്റിൽ തന്നെ അതേ സമയത്ത് വളരെ സൗകര്യമായ ഇവിടെ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കൈൻഡ് ഓഫ് ഐസൊലേഷൻ ഉണ്ട്. പറ്റിയ ഒരു സ്ഥലം തോന്നിയപ്പോൾ ഇങ്ങനെ ഒരു ഓഫീസ് പോകുന്നതിന് അനുമതിയായി നമ്മുടെ ലാലിനെ പ്രവാസമായി അനുമോദിക്കുകയാണ്. അതുകൊണ്ട് UDFിൻ്റെ നേതൃത്വത്തിന് ലാലിൻ്റെ കീഴിലാണ്, അതുപോലെ പുതുക്കിയ അല്ലേ ഇവരുടെ രണ്ടുപേരുടെ കയ്യിലാണ്. അവിടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മുമ്പിൽ വലിയ ഒരു ദൗത്യമുണ്ട്, വലിയൊരു ടാസ്ക് ഉണ്ട്, വലിയൊരു മിഷനുണ്ട്. എന്താ മിഷൻ എന്ന് വെച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് വ്യക്തമായ ഭൂരിപക്ഷം, നേരത്തെ ഒക്കെ തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് UDFിന് നല്ല വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരുടെയും കാലം പിടിക്കേണ്ട ആവശ്യമില്ലാതെ നമുക്ക് ഭരിക്കാമായിരുന്നു. ആ സാഹചര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് ഇത്ര ശക്തമായ ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ടായ സ്ഥിതിക്ക്, അതുപോലെ തന്നെ DCCന്ന് UDFിന് ചാർജ് കൊടുത്തിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് റെജി തോമസാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ വളരെ പ്രഗത്ഭനായി. റെജി തോമസ് മാത്രമല്ല, ഷംസുദ്ദീനും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇവരെല്ലാവരും മണ്ഡലം പ്രസിഡന്റുമാർ സജിയുണ്ട്. ഇവിടെ മറ്റു മണ്ഡലം പ്രസിഡന്റുമാർ വന്നിട്ടുണ്ടോ? തോമസ് വർഗീസ്, പിന്നെ പുറകിലാടിയിട്ട് 3 പേരുമുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ 3 മണ്ഡലം പ്രസിഡന്റുമാരുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുണ്ട്. അപ്പോൾ ഘടകകക്ഷികളും കേരള കോൺഗ്രസിൻ്റെ തന്നെ ചെയർമാനാണ് നമ്മുടെ UDFിൻ്റെ ചെയർമാൻ. നല്ലൊരു ടീം, നല്ലൊരു നേതൃ ടീം വാസ്തവത്തിൽ തിരുവല്ലയിലുണ്ട്. ആ നേതാക്കന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് തീരുമാനിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ വിജയം സുനിശ്ചിതമാണ്. നല്ല വിജയം സുനിശ്ചിതമാണ്. സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ ഇപ്പോൾ എൻ്റെ അഭിപ്രായം, നേരത്തെ തന്നെ നിങ്ങളിതൊക്കെ ആലോചിക്കണം. ഘടകകക്ഷികളോടും നേതാക്കന്മാരും എല്ലാം ആലോചിച്ച് ഓരോ വാർഡിനും പറ്റിയ സ്ഥാനാർത്ഥികളെയൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് മുനിസിപ്പാലിറ്റി പിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അസംബ്ലിയിലില്ല, രണ്ടാമത് മുനിസിപ്പാലിറ്റി പിടിച്ചാൽ അത് അസംബ്ലിയിലുള്ള വിജയത്തിനുള്ള തുടക്കമാണ്. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് ഇനിയും ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരുന്നവരെ നമ്മുടെ ഏക ലക്ഷ്യം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ജയിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം. മറ്റുള്ള കാര്യങ്ങളൊക്കെ മറക്കണം. അതിലെല്ലാവരും ഒരുമിച്ച് കൂടി ഈ വലിയ തർക്കങ്ങളൊന്നും ഉണ്ടാക്കാൻ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ വരുന്ന സമയത്ത് ഘടകകക്ഷികളും കക്ഷികളും തർക്കമൊക്കെ ഞാൻ പലപ്പോഴും ഇടപെട്ടിട്ടുണ്ട്. അത്തരം തർക്കങ്ങളൊക്കെ ഏറ്റവും കുറച്ചിട്ട് ജയിക്കാൻ ആരാണ് പറ്റിയത് എന്ന് കണ്ടെത്തി അങ്ങനെയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ട് നമുക്ക് ഈ മുനിസിപ്പാലിറ്റി ഇല്ല. ഇപ്പോൾ നമുക്ക് ഭരണമുണ്ട്, അതുപോലെ കുറച്ച ഭരണം അല്ല, നമുക്ക് ഇത് വളരാത്ത കുറച്ച ഭരണം ഉണ്ടാക്കുവാനുള്ള ഒരു നല്ല നേതൃത്വമാണ് ഉണ്ടാകേണ്ടത്. അത് ഉണ്ടായിരിക്കുന്നു എന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അതിന് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ലെവലിലാണെങ്കിലും മണ്ഡലം ലെവലിലാണെങ്കിലും UDF ലെവലിലാണെങ്കിലും ഒക്കെ നല്ലൊരു നേതൃത്വം നമുക്കുണ്ട്. നമ്മുടെ DC പ്രസിഡന്റ് തന്നെ തിരുവല്ല നിയോജകമണ്ഡലത്തിലാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ നമ്മുടെ UDFിൻ്റെ ജില്ലാ ചെയർമാൻ ഈ മുനിസിപ്പാലിറ്റിയിലാണ്. ഈ അഡ്വാൻറ്റേജ് എല്ലാം നാം ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു വിജയം ഉണ്ടാകണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. അതാണ് നമ്മുടെ കടമ. ഇപ്പോൾ പലർക്കും ഒരു ചിന്തയുണ്ട്, ശ്രീ പിണറായിയുടെ ഈ നാറിയ ഭരണം, അല്ലെങ്കിൽ ഈ വഷളായ ഭരണം, അല്ലെങ്കിൽ ജനവികാരത്തെ മാനിക്കാത്ത ഭരണം, അതുകൊണ്ട് നമുക്ക് വെറുതെ ഇങ്ങോട്ട് വന്നോളും. അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട എന്ന് ഞാൻ ഇപ്പോഴേ പറയാം. കാര്യം ഒന്നാം പിണറായി ഗവൺമെൻറ് കഴിഞ്ഞപ്പോഴും നമ്മളൊക്കെ ധരിച്ചത് ഒരുപാട് അഴിമതി ആരോപണം ഒന്നാം പിണറായി ഗവൺമെൻറ്റിനെതിരെ ഉണ്ടായിരുന്നു. നമ്മുടെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പല അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരികയും നേതാവ് തെളിയിക്കുകയും ചെയ്തു. പക്ഷെ വോട്ട് വന്നപ്പോൾ ജനങ്ങളിലൊക്കെ മാറി. വോട്ട് വന്നപ്പോൾ ജനങ്ങൾ മറ്റ് ചെറിയ പരിഗണനകളുടെ പിന്നാലെ കൂടി. അതിപ്പോൾ നമ്മുടെ ആളുകളുടെ സ്വഭാവമാണ്.
ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി വന്നാൽ ആ സ്ഥാനാർത്ഥി എന്നെ കണ്ടാൽ ചിരിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരുന്ന ആളാണോ, എൻ്റെ വീട്ടിൽ കല്യാണത്തിൽ ഇതൊക്കെ നോക്കിയാൽ ഇപ്പോൾ വോട്ട് ചെയ്യുന്ന കാലം കാര്യം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയായി. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ നിങ്ങൾ പറയുന്ന അഴിമതിയായ തന്നെ ഈ മാസപ്പടി അഴിമതിയെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ പാവപ്പെട്ടതായ ആശാ വർക്കേഴ്സ് എത്രയോ പാവപ്പെട്ടവരാണ്, അവരിങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന 230 രൂപ 35 രൂപ ശമ്പളം അങ്ങനെ ജോലിയുള്ളവർക്ക് ഒരു 10 രൂപ കൂടെ കൂട്ടിക്കൊടുക്കാൻ മനസ്സില്ലാത്ത ആ മനുഷ്യൻ 2 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന PSC മെമ്പർമാർക്ക് ഇന്നേ കൂട്ടി. ഞാൻ കഴിഞ്ഞ ദിവസം അന്തം വിട്ടുപോയി. PSC മെമ്പറുടെ സംഭവം PSC ചേർന്നാൽ മാസം 440, മെമ്പർക്ക് 4,17,000. ഇന്ത്യൻ പ്രസിഡന്റിന് പോലും ശമ്പളമില്ല. അപ്പൊ ഞാൻ എന്തൊരു നെറികേടാണ് ഈ മുഖ്യമന്ത്രി കാണിച്ചിരിക്കുന്നത്. വാസ്തവത്തില് ഈ ഇത്ര 233 രൂപ ഒരു ദിവസം കിട്ടുന്ന പാവങ്ങളുടെ രാജ്യത്തുള്ള അവർ സമരം ചെയ്യുമ്പോൾ അവരോട് ഒരു അനുകമ്പ കാണിക്കാതെ അവർക്കൊരു 100 രൂപ ദിവസം കൂട്ടിക്കൊടുക്കാൻ മനസ്സിലാകാതെ 2 ലക്ഷം 3 ലക്ഷം മേടിക്കുന്നവർക്ക് കൂട്ടിക്കൊടുക്കുന്ന ഈ മുഖ്യമന്ത്രിയുടെ മനസ്സെന്താണ്? ക്രൂര മനസ്സ്. എനിക്ക് അത്ഭുതം തോന്നുന്നു. അതുപോലെ പണമില്ല ഖജനാവ് കാലിയാണ്, പെൻഷൻ കൊടുക്കാൻ പണമില്ല എന്നുള്ള എന്തൊരു ദൂർത്താണ്. മന്ത്രിമാർക്ക് കാറ് മേടിക്കാൻ 100 കോടി അല്ലേ, 100 കോടി രൂപ മന്ത്രിമാർക്ക് കാറ് മേടിക്കാൻ, അവരുടെ വീടുകളൊക്കെ ആർഭാടത്തുണ്ടാക്കാൻ ലക്ഷക്കണക്കിന് രൂപ. ഇതൊന്നും ചെലവാക്കുന്നതിന് ഈ മുഖ്യമന്ത്രിക്ക് ഒരു വിഷമമില്ല. അതിനെല്ലാം പണമുണ്ട് ഈ പാവപ്പെട്ടവർക്ക്. അപ്പൊ ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല. വാസ്തവത്തില് കമ്മ്യൂണിസ്റ്റ് എന്താണ്? കമ്മ്യൂണിസ്റ്റിന്റെ തുടക്കക്കാലം പി കൃഷ്ണപിള്ളയൊക്കെ കട്ടൻ കാപ്പും പരിപ്പോടെയും ചേർത്ത് കൈലി കൊണ്ട് കൊടുത്ത് തോർത്തു കൊടുത്ത് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എത്ര ലളിത ജീവിതം നയിച്ചവരാണ്. നമ്പൂതിരിപ്പാട് പോലെയൊക്കെ ഗോപാലൻ. സത്യത്തിൽ ഞാൻ പിണറായി കമ്മ്യൂണിസ്റ്റാണോ? അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ എത്ര 30 വണ്ടികളാണ് അല്ലേ? എന്ത് പണമാണ് അതിന് ചെലവാക്കുന്നത്? അപ്പോൾ ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല, ഇതൊരു ബൂർഷ്വ മൂരാറ്റി എന്താ പറയുന്നത് ഒരു അഴിമതി ഗവൺമെന്റാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങളാരും വിചാരിക്കേണ്ട, ഈ ഒരുമാതിരിപ്പെട്ടവരൊക്കെ വോട്ട് ചെയ്യുന്നു ഇത് ബൂർഷ്വ ഗവൺമെന്റാണ്, ഇത് മൂരാച്ചിയാണ്. അന്നേരം അതൊന്നും ആയിരിക്കുകയില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൻ്റെ പേര് ജിമ്മിക്ക് മുഖ്യമന്ത്രി കാണിക്കും. അതിലൊക്കെ അവർ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളതിലൊക്കെ അങ്ങ് മറന്നുപോയി. നമ്മുടെ സ്വഭാവം നമ്മളും മറക്കും. ഈ വാശിയൊക്കെ കാണിച്ചത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വാശി കാണിക്കത്തില്ല. സ്വന്തം ബൂത്തിൽ മുഴുവൻ വോട്ട് ജയിക്കത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങളുടെ മനസ്സിരുന്നവർക്ക് കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സ്വന്തം ബൂത്തിൽ മുഴുവൻ വോട്ടും ജയിച്ചെന്ന് ധൈര്യമുള്ളവർ ഇവിടെ നിന്ന് കൈവെക്കാം. നമ്മളൊന്ന് സ്വന്തം ബൂത്തിലെ മുഴുവൻ വോട്ട് ഓരോ ബൂത്തിലും വോട്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു അവലോകനം ചെയ്താൽ 10 വോട്ട് വരെ UDFിൻ്റേത് ശരിയാവും കിടക്കും. ഒന്നീ പ്രായമുണ്ടാവും, അല്ലെങ്കിൽ രോഗത്തിലോ ഒക്കെ ശരിയാണ് പ്രായമുണ്ട്, അല്ലെങ്കിൽ വിളിച്ചിട്ട് വന്നില്ല ചെയ്യാതെ കിടക്കും. CPMൻ്റെ ഒരൊറ്റ വോട്ട് പോലും ചെയ്യാതെ പോകില്ല. എന്ന് മാത്രമല്ല CPM ഒരു ബൂത്തിൽ 10 കള്ളവോട്ടുകളും ചോദിക്കും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് ആർക്ക് ശ്രദ്ധിക്കാൻ പറ്റും? നേതാക്കന്മാർക്ക് പറ്റും. ഇത് അതേ ബൂത്തിലുള്ള പ്രവർത്തകർക്ക് പറ്റത്തില്ല. വാസ്തവത്തില് ഒരുപാട് സ്ഥാനമുള്ളവർ നമ്മുടെ പാർട്ടിയിലുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ സ്ഥാനമുള്ള DCC സെക്രട്ടറിമാർ തന്നെ ഒരുപാടുണ്ട്. ഞാനവരെ കുറ്റപ്പെടുത്തുന്നില്ല, മറ്റാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ചുമതലകൾ സ്വന്തം ഉത്തരവാദിത്വമാണ്, ചുമതലയാണെന്ന് കരുതി ചെയ്യുവാൻ പലപ്പോഴും ആത്മാർത്ഥമായി ഇറങ്ങാനുള്ള മടി. ഒന്നിപ്പറയും എന്നെ വിളിച്ചില്ല, അല്ലെ എന്നെ മീറ്റിങ്ങിന് വിളിച്ചില്ല, അല്ലെ എന്നെ കണ്ടപ്പം എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് ഉഴപ്പുന്ന ഒരു പരിപാടി കൊണ്ട് മാത്രമാണ് നമ്മൾ ജയിക്കാത്തത്. അല്ലെങ്കിൽ തിരുവല്ല നിയോജകർക്ക് ജയിക്കാൻ നമുക്കൊരു വിഷമവുമില്ല. എല്ലാവരും കൂടെ ഇറങ്ങി പാർലമെന്റിൽ എങ്ങനെയാണ് ജയിക്കുന്നത്?
കൃഷിക്ക് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പിണറായിക്കെതിരെയുള്ള ജനവികാരം കൊണ്ട് ചുമ്മാ അങ്ങ് ജയിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. എല്ലാവരോടും കൂടെ ഞാൻ പറയാണ്, ശരിക്കും വർക്ക് ചെയ്തിട്ടില്ലാതെ നന്നായി വർക്ക് ചെയ്ത് ഒന്ന് വോട്ടേഴ്സിൽ പേര് ചേർക്കാൻ ടൈം വരുന്നു, പേര് ചേർക്കുക, വീടുകൾ സന്ദർശിക്കുക, ഏതൊക്കെ വോട്ടുകളാണ് നമുക്ക് ലഭിക്കാവുന്ന കണ്ടുപിടിക്കുക, അതിന്മേൽ പ്രത്യേകമായി പ്രവർത്തിക്കുക, നഷ്ടപ്പെടാവുന്ന വോട്ടുകൾ, അതുപോലെ മരിച്ചു പോയിട്ടുള്ള ഇല്ലാത്ത വോട്ടുകൾ ഡിലീറ്റ് ചെയ്യുക, ഒരുപാട് പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് മുമ്പ് ചെയ്യാനുണ്ട്. അത് ചെയ്യുവാൻ ഈ സ്റ്റേജിലിരിക്കുന്ന നേതാക്കന്മാർ മുഴുവനും അത് ചെയ്യിക്കുവാനും ചെയ്യുവാനും നിങ്ങളും അതിനോട് സഹകരിക്കാൻ ഇവിടെ ഇരിക്കുന്നവരും പൂർണ്ണമായി തയ്യാറായി നമ്മൾ ശരിക്ക് മുന്നിട്ടിരുന്നാൽ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം ജയിക്കാൻ കഴിയും. മുനിസിപ്പാലിറ്റിയിൽ 5-6 സീറ്റ് ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമാണ്, 2-3 സീറ്റ് BJPക്ക് ഭൂരിപക്ഷമാണ്. ശരിക്കും പ്രവർത്തിച്ച് ആ സീറ്റുകൾ തിരിച്ചു പിടിക്കാം. ഇപ്പോൾ BJP ജയിക്കുന്ന സീറ്റുകൾ നമ്മൾ ആത്മാർത്ഥമായി വർക്ക് ചെയ്ത് അതിൻ്റെ പകുതി നമുക്ക് തിരിച്ചു പിടിക്കാം. മുനിസിപ്പാലിറ്റിയുടെ സീറ്റുകൾ, ഇടതുപക്ഷം വരുന്ന സീറ്റുകൾ, അവിടെ നമ്മൾ നോക്കിയാൽ UDF വോട്ടുകൾ ഉള്ളതാണ് ഇടതുപക്ഷം സീറ്റ്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ നല്ല തുടക്കമിട്ട ഈ ലാലിനെയും UDF കമ്മിറ്റി അനുമോദിച്ചുകൊണ്ട് ഈ തുടക്കം മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു വൻപിച്ച വിജയത്തിൻ്റെ തുടക്കമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യും. രണ്ടാമത് ഈ സമ്മേളനത്തിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ കുട്ടികൾ ഉള്ളതാണ്, പക്ഷെ എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയുന്ന പ്രതികൂല കാലാവസ്ഥ. ഈ കുട്ടികളെ അനുമോദിച്ചുകൊണ്ട് അവർക്ക് മെമന്റോ നൽകുന്ന ചടങ്ങാണ് അടുത്തത്. അത് ചെയ്യുന്നത് ബഹുമാന്യനായ സ്വാഗത പ്രസംഗം നടത്തിയ ബഹുമാന്യനായ UDFന്റെ ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ ഷിബു പുതുക്കേരി, തിരുവല്ല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു വി ഈപ്പൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എബ്രഹാം കുന്നുകണ്ടത്തിൽ, ബഹുമാനിയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി അനു ജോർജ്, മുൻ നഗരസഭയുടെ ചെയർമാനും DCCയുടെ നിർവാഹക സമിതി അംഗവുമായ ശ്രീ R ജയകുമാർ, ബഹുമാന്യനായ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VC സാബു, മുസ്ലിം ലീഗിൻ്റെ നേതാവ് ശ്രീ അനീർ അടക്കം സദസ്സിലും നിരവധി നേതാക്കന്മാരുണ്ട്. അവരുടെ എല്ലാം പേര് പറഞ്ഞതായി കണക്കാക്കുക. സദസ്സിലുള്ള UDFന്റെ പ്രിയങ്കരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ബഹുമാന്യനായ കുര്യൻ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിരുവല്ലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UDFന് ഒരു മണ്ഡലം കമ്മിറ്റിയുടെ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. സാധാരണയായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് എടുത്തുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് അടച്ചുപൂട്ടി പോകുന്ന പരിപാടിയാണ്. പക്ഷേ ശ്രീ ലാൽ നന്ദാവനത്തിന്റെ നേതൃത്വത്തിൽ ഇതുപോലൊരു ഓഫീസിന്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുമ്പോൾ കുര്യൻ